നമ്മൾ പല വ്യക്തിത്വങ്ങളെക്കുറിച്ചും ഇതിൽ വീഡിയോസ് ചെയ്യാറുണ്ട്. ശാസ്ത്രരംഗത്തുള്ളവർ, സാമൂഹ്യ രംഗത്തുള്ളവർ, സിനിമാ രംഗത്തുള്ളവർ, കലാരംഗത്തുള്ളവർ, സാഹിത്യ രംഗത്തുള്ളവർ. അപ്പോൾ പലരെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് 1000 നാവാണ്, ചിലരെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പരമപുച്ഛവുമാണ്. ഇത് രണ്ടും ഉണ്ടല്ലോ. ഭരണകൂടത്തെ പേണി നിന്ന്, ഭരണകൂടത്തിൻ്റെ കൂടെ നിന്ന് തൻ്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന, കുനിഞ്ഞു നിൽക്കുന്ന, നിൽക്കാൻ പറയുമ്പോൾ ഇരിക്കുകയും ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുകയും ചെയ്യുന്ന, എന്നാൽ നിൽക്കാൻ പറയുമ്പോൾ തന്നെ കിടക്കുകയും ചെയ്യുന്ന, സാഷ്ടാംഗ പ്രണാമം നടത്തുന്ന ബ്യൂറോക്രസിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ സാമൂഹ്യ സാംസ്കാരിക നായകരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നത് കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെടുത്തി അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെല്ലുമ്പോൾ കേരളത്തിലെ വളരെ പ്രമുഖമായ സിനിമാ നടന്മാരിലും സാംസ്കാരിക നായകരും കുറച്ച് പേർ അവിടെ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരാളിനോട് ഒരു പത്രപ്രവർത്തകൻ പോയി ചോദിക്കുന്നു എന്താണെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വിജയൻ ചേട്ടൻ. എങ്ങനെ ചേട്ടനായെന്ന് നമുക്കറിയത്തില്ല. വിജയൻ ചേട്ടൻ്റെ പരിഷ്കാരങ്ങൾ ഭയങ്കര അടിപൊളിയാണ്. യഥാർത്ഥത്തിൽ കണ്ണൂർ വിമാനത്താവളം കൊണ്ടുവരുന്നതിൽ ഉമ്മൻചാണ്ടിക്കാണ് പ്രധാന പങ്കുള്ളത്. അത് ഒരു പ്രാവശ്യം ഉദ്ഘാടനം ചെയ്തതുമാണ്, അതിൻ്റെ റൺവേ ഒക്കെ. പിന്നെയാണ് സമ്പൂർണ്ണ ഉദ്ഘാടനമാണ് പിണറായി വിജയൻ ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിജയൻ ചേട്ടൻ എന്നൊക്കെ പറയുകയും വളരെ അടിമ മനോഭാവം കാണിച്ചവിടെ നിൽക്കുകയും ചെയ്തപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ പ്രമുഖമായ ഒരു സ്ഥാനത്ത് വരികയും ചെയ്തു. ഞാൻ വ്യക്തിയെ ഒന്നും പറയുന്നില്ല. ഇതൊരു സംസ്കാരമാണ്. സാഹിത്യകാരന്മാർക്കും സാമൂഹ്യ രംഗത്ത് നിൽക്കുന്നവർക്കും ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഏതെങ്കിലും ഒരു അക്കാഡമി കയറി പറ്റുക, എവിടെയെങ്കിലും ഒരു കമ്മിറ്റിയിലെങ്കിലും കയറി പറ്റുക, അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കാനെങ്കിലും വിളിക്കുക. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ തങ്ങളുടെ ലേഖനം ഒന്ന് പ്രസിദ്ധീകരിച്ച് കിട്ടുക. ആ പ്രസിദ്ധീകരിച്ച് കിട്ടുന്നതിലൂടെ ഒരു 2000-3000 രൂപ വീട്ടിൽ വരിക. അങ്ങനെ എങ്ങനെയെങ്കിലും അധികാരവും സമ്പത്തും പണവും കിട്ടുന്നതിന് വേണ്ടി ഭരണകൂടങ്ങൾ ആരായാലും അവരോടൊപ്പം വിനയത്തോടു കൂടി വിധേയനായി നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ ജനാധിപത്യത്തിൽ നമ്മൾ കാണുന്നത്. ആ വിധേയന്മാരിൽ നിന്ന് വളരെ വ്യത്യസ്തമായി, തികച്ചും വ്യത്യസ്തമായ അപൂർവം ആളുകളെ കേരളത്തിലുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് പ്രേംകുമാർ എന്ന നടൻ. അദ്ദേഹം വളരെ വലിയ മെഗാസ്റ്റാർ അല്ല, സൂപ്പർ സ്റ്റാറിലോ ഒന്നുമല്ല, വളരെ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തൊക്കെ ഒരു നിറസാന്നിധ്യമാണ്. എല്ലായിടത്തുമൊക്കെ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ മുതൽ വലിയ പരിപാടികൾ വിളിച്ചാൽ അവിടെ പോവുകയും തൻ്റെ അഭിപ്രായം വളരെ കൃത്യമായി പറയുകയും ചെയ്യും. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, അദ്ദേഹം ഒരു സ്ഥാനത്തിൻ്റെയും പുറകെ പോകുന്ന ആളല്ല. അദ്ദേഹത്തിന് സ്ഥാനം ഇങ്ങോട്ട് കിട്ടിയതാണ്. അദ്ദേഹത്തിന് ചലച്ചിത്ര അക്കാദമിയിൽ തന്നെ വൈസ് ചെയർമാനായിട്ട് വരുന്നത് അദ്ദേഹത്തിന് ഇങ്ങോട്ട് കിട്ടിയ സ്ഥാനമാണെന്നാണ് ഞാൻ മനസ്സിലായത്. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ഇങ്ങോട്ട് കിട്ടിയ സ്ഥാനമാണ്. പക്ഷേ അവിടെ പെട്ടെന്ന് ലാലിന് രാജിവെക്കേണ്ടി വന്നപ്പോൾ തീർച്ചയായിട്ടും അതിന് പകരം ചെയർമാൻ സ്ഥാനം പ്രേംകുമാറിന് കൊടുത്തു. പക്ഷേ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞ MA ബേബി സജി ചെറിയാൻ നിന്ന ഒരു സ്ഥലത്ത്, ഒരു ചായ കുടിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് സ്വകാര്യമായി പറഞ്ഞ ആശാ വർക്കേഴ്സിൻ്റെ ഒരു സമരത്തെക്കുറിച്ച് ഒന്ന് ഹിൻഡ് ചെയ്തു എന്നുള്ളത് കാരണം അത് അവിടെ അടുത്ത് നിന്ന ആളത് റെക്കോർഡ് ചെയ്യുകയോ കേൾക്കുകയോ ചെയ്ത് അതിനെ കുത്തിത്തെരിച്ച് പ്രശ്നങ്ങളുണ്ടാക്കി അവസാനം സജി ചെറിയാനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്ന് മാറ്റി. രാഖി രാമാനം അദ്ദേഹത്തിനോട് പോലും പറയാതെ, അദ്ദേഹത്തിന് വിളിച്ചൊന്ന് കാര്യം പറയാതെ ഒന്ന് മാറേണ്ടി വരും എന്ന് സൂചന പോലും കൊടുക്കാതെ റസൂൽ പൂക്കുട്ടി വയ്ക്കുന്നു. റസൂൽ പൂക്കുട്ടി വന്ന് ചാർജ് എടുക്കുന്നത് പത്രത്തിലൂടെയും ചാനലിലൂടെയും അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ഥാനത്തിരിക്കുന്ന ആളിന് വലിയ മാനസിക സംഘർഷം ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു രക്തസാക്ഷി പരിവേഷത്തിലാണ് ശ്രീ പ്രേംകുമാർ കേരളത്തിൽ ഇപ്പോൾ തുടരുന്നത്. അതുകൊണ്ട് CPM ഇടതുപക്ഷവും കാണിച്ച ആ നീതികേട് UDF കാണിക്കരുത് എന്ന് വരാൻ അതിൻ്റെ അർത്ഥം നാളെ അദ്ദേഹത്തിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആക്കണമെന്നോ അല്ലെ അങ്ങനല്ല. ആ ഒരു റെക്കമെൻഡേഷൻ അല്ല നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ അദ്ദേഹവുമായി അങ്ങനെ വലിയ ബന്ധമുള്ള ആളുമല്ല. 1-2 ഫംഗ്ഷനുകളിൽ കണ്ടിട്ടുണ്ട്, 2-3 പരിപാടികളിൽ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ചീഫ് ഗസ്റ്റാണ്. ഞാൻ അവിടെ പ്രഭാഷണമോ മുഖ്യ പ്രഭാഷണമോ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിയായിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അവിടെ വെച്ച് കാണുമ്പോൾ ഹായ് എന്നൊക്കെ പറയുന്നതല്ലാതെ അദ്ദേഹം നിൽക്കുന്ന ലെവൽ വേറെയാണ്, ഞാനൊരു സാധാരണ ലെവലിൽ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമൊന്നും ഉള്ള വ്യക്തികളല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഒരു ഭരണ സംവിധാനത്തോടൊപ്പം നിന്ന് ഞാൻ പറഞ്ഞ പോലെ വിധേയരായി നിൽക്കുന്ന ആളുകൾക്കപ്പുറം സ്വന്തം നട്ടെല്ലും സ്വന്തം അഭിപ്രായവും സ്വന്തം സ്വത്വവും കൊണ്ടുപോകുന്ന ആളുകളെ സമൂഹത്തിന് ആവശ്യമുണ്ട്. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമെന്ന് പറയുന്നത് ഈ സ്വത്വം ഉള്ളവരെ സംരക്ഷിക്കലാണ്. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. സർക്കാരിൻ്റെ നയങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ല. സർക്കാർ നയത്തെ പരസ്യമായി ചോദ്യം ചെയ്യാൻ പാടില്ല. സർക്കാർ നയത്തിനെതിരെ ലേഖനം എഴുതാൻ പാടില്ല. സർക്കാർ നയത്തിനെതിരെ, നയമാണ്, ഒരു പരിപാടിക്കെതിരേക്ക് അഭിപ്രായം പറയാം, ആ പരിപാടി ശരിയായില്ലെന്നൊക്കെ പറയാം. പക്ഷേ നയങ്ങൾക്കെതിരെ, സർക്കാരിൻ്റെ പോളിസികൾക്കെതിരെ കൃത്യമായി അഭിപ്രായം പറയുകയോ അഭിപ്രായം രേഖപ്പെടുത്തുകയോ സോഷ്യൽ മീഡിയയിൽ പറയുകയോ ഒക്കെ ചെയ്താൽ കൃത്യ നടപടി വരുത്താം.
പക്ഷെ അല്ലാതെ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞ ഒരു കാര്യം, അതൊരു സജഷനാണ്, ഒരു നിർദ്ദേശത്തെ, വളരെ സതുദ്ദേശപരമായി പറഞ്ഞ ഒരു നിർദ്ദേശത്തെ പിന്താങ്ങി അദ്ദേഹത്തെ മാറ്റിയത്, ഒരു രക്തസാക്ഷിയാക്കിയത് 100% ശരിയല്ല. അതൊരു വരേണ്യവർഗത്തിന്റെ, ഞാൻ വരേണ്യവർഗം എന്ന് പറയുമ്പോൾ ജാതിയല്ല, അത് നിങ്ങൾ എടുത്തുള്ളത്. ഈ വരേണ്യവർഗം എന്ന് പറയുമ്പോൾ ജാതിയല്ല, വേറൊരു വർഗമുണ്ട്. അതായത് സമ്പത്ത്, അധികാരം, ജാതി, ഇതെല്ലാം കൈകാര്യം ചെയ്ത് സമൂഹത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ വരേണ്യവർഗം, അവരാരായാലും അതൊരു ഷാഡോ ടീമാണ്. എല്ലായിടത്തും ഈ ഷാഡോ ടീം ഉണ്ടായിരിക്കും. സെക്രട്ടേറിയറ്റിലുണ്ട്, കാണാൻ പറ്റത്തില്ല, നമുക്ക് ആരാന്ന് അറിയാൻ പോലും പറ്റത്തില്ല. സെക്രട്ടേറിയറ്റിലുണ്ട്, പിന്നെ സർക്കാർ ഓഫീസുകളിലുണ്ട്, പൊളിറ്റിക്കൽ പാർട്ടികളിലുണ്ട്, പിന്നെ ചലച്ചിത്ര അക്കാദമിയിലുണ്ട്, എല്ലാ സാംസ്കാരിക കേന്ദ്രങ്ങളിലും ഉണ്ട്. ഷാഡോ ടീമായിരിക്കും. അത് ചിലപ്പോൾ വലിയവരായിരിക്കും, ചെറിയവരായിരിക്കും, ആരും നമുക്കറിയത്തില്ല. ഒരു ഷാഡോ ആണ് അവരെ നമുക്ക് കണ്ടുപിടിക്കാനും പറ്റില്ല. ഒരു നിഴൽ ടീമാണത്. പക്ഷെ അതൊരു വരേണ്യവർഗമാണ്. ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞു, അവരാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ പ്രേംകുമാറിനെ എന്ന് പറയുന്ന ചലച്ചിത്ര നടനെ, കലാകാരനെ അവിടെ നിന്ന് ഇറക്കുന്നതിൽ ആ വരേണ്യവർഗത്തിന് വലിയ ഗൂഢാലോചന ഉള്ളതാണെന്നാണ് നമ്മൾ കാര്യങ്ങളെ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രേംകുമാറിനെ LDF രക്തസാക്ഷിയാക്കിയതുപോലെ UDF രക്തസാക്ഷിയാക്കരുത്. സ്ഥാനാർത്ഥിത്വം കൊടുക്കും എന്നൊക്കെയാണ് കേട്ടത്, കഴക്കൂട്ടത്തെ മത്സരിപ്പിക്കും എന്നൊക്കെയാണ് കേട്ടത്. പക്ഷെ അത് നടന്നില്ല. അത് വേറൊരു പൊളിറ്റിക്കലായിട്ടുള്ള മറ്റൊരു വിഷയം. ശരത്ചന്ദ്ര പ്രസാദിന് കൊടുക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. അദ്ദേഹം വളരെ സീനിയർ നേതാവാണ്. അത് പോട്ടെ, അതൊരു വഴിക്ക് നിൽക്കട്ടെ. പക്ഷെ എന്തായാലും വളരെ പ്രമുഖനായിട്ടുള്ള ഒരു ആളാണ് PC വിഷ്ണുനാഥാണ് ഇതിൻ്റെ സാംസ്കാരിക മന്ത്രി. അതുപോലെ തന്നെ സാംസ്കാരിക മേഖലയിൽ നിരവധി സ്ഥാപനങ്ങളുണ്ട് മനോഹരമായ. അതിൽ നല്ലൊരു സ്ഥാപനത്തിൻ്റെ മേധാവിയായി ഈ നമ്മുടെ പ്രേംകുമാറിനെ അവരോധിക്കേണ്ടത് കാലത്തിൻ്റെ ഒരു കാവ്യനീതിയാണ്. അല്ലാതെ അതൊരു വ്യക്തിക്ക് കൊടുക്കുന്ന അവകാശമോ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഫേവറോ അല്ലെങ്കിൽ വ്യക്തിക്ക് ചെയ്തു കൊടുക്കുന്ന സഹായവുമല്ല. കാലത്തിനൊരു കാവ്യനീതിയുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ കാലത്തോട് കാണിക്കുന്ന നെറുകേടാണ്. അങ്ങനെ വരുമ്പോൾ വിധേയരായവരുടെ എണ്ണം കൂടുകയും സമൂഹത്തെ കൃത്യമായി വിലയിരുത്തുന്നവരുടെ എണ്ണം കുറയുകയും ചെയ്യുന്നത് സാംസ്കാരിക അപജയമാണ്. അതുകൊണ്ട് പ്രേംകുമാർ ഒരു പ്രതീകമാണ്. ആ പ്രതീകത്തെ സംരക്ഷിക്കാൻ UDF ഗവൺമെൻറ്റിന് വലിയ സാധ്യതയും ബാധ്യതയും ഉണ്ടെന്നാണ് എന്നെപ്പോലെയുള്ളവർ കരുതുന്നത്. എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പലരും എന്നോട് ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു, പലരും. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കൃത്യമായ ഒരു പൊസിഷനിങ്ങിലേക്ക് പ്രേംകുമാറിനെ കൊണ്ടുവരേണ്ടത് പ്രേംകുമാറിൻ്റെ വ്യക്തിയോട് ചെയ്യുന്ന ഫേവർ അല്ല, ഞാൻ വീണ്ടും പറയുന്നു. ഒരു ആശയത്തോട് ചെയ്യുന്ന, ഒരു സന്ദേശത്തോട് ചെയ്യുന്ന നീതി പുലർത്തലാണ്. അതുണ്ടായേ കഴിയും.